ശ്രമിച്ചപ്പോൾ ഒരഞ്ഞ് നാശനഷ്ടം വരുത്തിയ ആ കാർ ഡ്രൈവറുടെ അടുത്ത് നിർത്തിയിട്ട് ഷാഫി പ്രകോപിതനാകാതെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, തനിക്ക് ജീവിതത്തിൽ ദേഷ്യം വരില്ലേ? എനിക്കന്ന് ദേഷ്യം വന്നു. പക്ഷേ ഷാഫി പറഞ്ഞ മറുപടി, എന്ത് ചെയ്യാനാ ചേട്ടാ, നമ്മളെന്ത് പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ ഏത് ദുർഘടഘട്ടത്തിലും എന്ത് പ്രശ്നം വന്നാലും സമചിത്തതയോടെ പക്വതയോടെ അതിനെ നേരിടുന്ന ഒരു വ്യക്തിത്വം ഞാൻ വേറെ കണ്ടിട്ടില്ല. എല്ലാവരോടും അങ്ങനെയാണ്, വരുന്നവരോടും എല്ലാം ഒരേ രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയായിരുന്നു. ഇതൊരു ഭംഗിവാക്കല്ല, ഷാഫിനെ അടുത്തറിയാവുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യവും. പല സിനിമകളും കഥയില്ലാതെ ഒരു ഡേറ്റ് തീരുമാനിച്ച, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്, ഒരു പ്രൊഡക്ഷൻ ഞങ്ങളെ അങ്ങനെ ഏത് മേഖലയെടുത്താലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും വർക്കിൻ്റെ കാര്യത്തിലായാലും ഷാഫി ഏറ്റവും അടുത്ത ഒരു നല്ല സംവിധായകനായിരുന്നു. ഷാഫിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും. അത് വ്യക്തിപരമായ നഷ്ടം തന്നെയാണ്. സിനിമക്കും നമ്മുടെ ഈ ഇരിക്കുന്ന സദസ്സിനും അതൊരു നഷ്ടം തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കും. ഈ വേളയിൽ ഷാഫിയുടെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവാർഡ് ജേതാവായ ശ്രീ ജിജിൻ ജോസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഔപചാരികമായ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ. താങ്ക് യു. ദിലീപേട്ടനെ ക്ഷണിക്കുന്നു. നമ്മുടെ റാഫി ഭായ്, വേദിയിലിരിക്കുന്ന സിബി സാർ, രഞ്ജിത്തേട്ടൻ, അഴകപ്പണ്ണൻ, അതുപോലെ നമ്മുടെ ഒരു പരിചയം എന്ന് പറയുന്നത്, ഞാൻ ഷാഫി സംവിധായകനാകുന്നതിന് മുമ്പ് തന്നെയുള്ള സുഹൃത്ത് ബന്ധമാണ്. കാരണം റാഫിയുമായിട്ടായിരുന്നു ആദ്യത്തെ ബന്ധം. ഞങ്ങളൊരു ഹോട്ടലിൽ, ആർക്കും അറിയാം ഷാഫിയുടെ സംവിധാന നൈപുണ്യത്തെ പറ്റി. ഞാൻ അതിനെക്കുറിച്ചൊന്നും കളക്കുന്നില്ല. കല്യാണരാമൻ സിനിമയുടെ വർക്കിൽ വെച്ചിട്ടാണ് ഷാഫിയുമായി കൂടുതലെടുക്കുന്നത്. അതിനു മുമ്പൊക്കെ ഒരുപാട് പരിചയം ഉണ്ടെങ്കിലും വർക്ക് നിലയിൽ നടക്കുന്നത് അത് ലാല് കാരണമാണ്. അങ്ങനെ ലാലും ഷാഫിയും ഞാനും എൻ്റെ ജ്യേഷ്ഠൻ എഞ്ചിനീയേഴ്സും എല്ലാം കൂടി ഓരോരോ സിറ്റുവേഷന് കമ്പോസിങ് ആരംഭിച്ചു. ഇന്നത്തെ പോലെയല്ല, അന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് ഹാർമോണിയം വെച്ച് ട്യൂൺ എല്ലാവരും മുമ്പിൽ വെച്ച് ഉണ്ടാക്കിയാണ് ഞാൻ. അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി 1-2 പ്രാവശ്യം മൂളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഷാഫി അത് കൃത്യമായിട്ട് മൂളിത്തരും. ഞങ്ങൾ മൂളുന്നതിലും കൃത്യമായിട്ട് മൂളിത്തരും. എൻ്റെ യഥാർത്ഥ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെട്ട് അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സംഗീതം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു 3 ട്യൂണെല്ലാം ഉണ്ടാവും. പിറ്റേ ദിവസം അടുത്ത സിറ്റുവേഷൻ ആരംഭിക്കുന്നതിന് ചിലപ്പോൾ പറയും, നമുക്ക് പറയും ഇന്നലത്തെ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാമെന്നാകും. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ബുക്കൊക്കെ മറിച്ച് സ്വരം തപ്പി വരുന്ന സമയം കൊണ്ട് ഷാഫി അത് പാടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സത്യത്തിൽ നമുക്ക് ഷാഫി എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. മറ്റുള്ള അത്ഭുതങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കല്യാണരാമൻ വളരെ സ്മൂത്തായി അങ്ങനെ പോകുന്നു. കഥയിലെ രാജകുമാരൻ ദാസിയേട്ടനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി പറയുന്നുണ്ട്, കഥയുടെ മർമ്മങ്ങളെല്ലാം. പക്ഷെ അതിനിടയിൽ ഷാഫി ചില തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. നമുക്ക് തോന്നുന്നു ഇത്ര സീരിയസ് ഡയലോഗ്സിൻ്റെ ഇടയിൽ എങ്ങനെ ഈ തമാശ വരുന്നത്. അപ്പോൾ ലാലും പറയും അത് കൊള്ളാം, അതോടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ എഡിറ്റിംഗ് സമയത്ത് ഞങ്ങളെ വിളിച്ച് കാണിക്കുമ്പോഴത്തേക്കും ചില നല്ല ഗംഭീര തമാശകളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ പറയാം, അത് ടോട്ടലായിട്ട് വരുമ്പോഴത്തേക്കും അത് തിയേറ്ററിൽ ചിലപ്പോൾ പ്രശ്നമാകും. അത്രയും അങ്ങേ അറ്റം വരെ എല്ലാ 100% കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായിരുന്നു ഷാഫി. ദാസിയേട്ടനെ കൊണ്ട് പഠിക്കാൻ പോയ സമയത്ത് ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വിട്ട് തിരുവനന്തപുരം എത്തണ വരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് തമാശകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ സത്യത്തിൽ അത്ഭുതമായിരുന്നു. ഇത്രയും തമാശകൾ ഇടയ്ക്കൊന്നൊരു സ്റ്റോപ്പ് വേണ്ടേ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണരാമനിലെ ആ പാട്ട് കഥയിലെ രാജകുമാരൻ നല്ല ദാസിയേട്ടൻ നല്ല എൻജോയ് ചെയ്ത് പാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്കെന്നാൽ പോകാം എന്ന് വരുമ്പോഴത്തേക്കാണ് ഷാഫി ദാസിയേട്ടനായിട്ട് സംസാരം. ദാസിയേട്ടൻ എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. എന്താ മോനെ എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ രാഗം എന്താണ്, ഇതെന്തൊക്കെ സ്വരങ്ങളാണ്,
ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ദാസേട്ടന് വളരെ ഇൻട്രസ്റ്റ് ആയി. ഇദ്ദേഹത്തിന് നല്ല തമാശ, ഈ മ്യൂസിക് നല്ല സെൻസാണല്ലോ. പിന്നെ ദാസേട്ടൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അധ്യാപകൻ അങ്ങോട്ട് ഉണരാൻ തുടങ്ങി. അങ്ങനെ ദാസേട്ടൻ കുറേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ. ഞാനും ചേട്ടനും കൂടി പറഞ്ഞു, ദാസേട്ടാ ഇയാൾക്ക് ഉള്ളിൽ ഭയങ്കര സംഗീതമുണ്ട്, ഒരു സംഗീതജ്ഞൻ കൂടിയാണ്, ഒരു ഡയറക്ടർ മാത്രമല്ല. അപ്പോൾ എന്ത് ചെയ്യും, ദാസേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തലയിൽ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കും. എന്നിട്ട് വീട്ടിൽ പോയിട്ടൊരു ബോർഡ് വെക്കും, സംഗീത അക്കാദമി ഗുരു യേശുദാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അത് ദാസേട്ടൻ്റെ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു. അപ്പം എന്താ പിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ എന്നെ പറഞ്ഞ് പുള്ളിക്ക് കുറച്ചും കൂടി സംഗീതത്തിൽ വിവരം വെച്ചേനെ. ഏതായാലും കല്യാണരാമൻ വളരെ സക്സസ് ആയി, പടവും സക്സസ് ആയി, പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഷാഫി ഫോൺ ചെയ്തിട്ട് ഒന്നും മിണ്ടുന്നില്ല. പുള്ളി ആര് പറഞ്ഞൊന്നുമില്ല, ട്യൂൺ മാത്രമേ ഉള്ളൂ. താനീന താനേ താനേ, ആ ട്യൂൺ പല്ലവി മൊത്തത്തിൽ നല്ല അസ്സരായിട്ടാണ് പാടി. ഞാൻ ചോദിച്ചു, ഷാഫി ഇത് ഏത് പാട്ടത്? ഇത് നിങ്ങളുടെ തന്നെ പാട്ടാണ്, ഇത് എപ്പോൾ കേട്ടത്, എന്ത് എനിക്ക് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞ് കല്യാണരാമൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2-3 ട്യൂണെങ്കിലും തരുമല്ല, അതിലൊരു ട്യൂണാണിത് എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾക്കത് ആ കല്യാണരാമൻ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത പടത്തിൽ, അതായത് പുലിവാൽ കല്യാണത്തിൽ ഈ പാട്ട് വേണം, മസ്റ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പാട്ടിൻ്റെ ആ സിറ്റുവേഷൻ നിങ്ങൾ തുടരണ്ട, അത് അങ്ങനെ തന്നെ വെച്ചോ, ബാക്കിയുള്ള 4 പാട്ടും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്നും സത്യത്തിൽ വലിയൊരു അത്ഭുതമായിപ്പോയി. അങ്ങനെ സത്യത്തിൽ ഷാഫിയെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പിന്നെ കൂടാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് 1 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 വർഷം മുമ്പ് ഷാഫി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ മോളെ ഗിറ്റാർ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഷാഫിയുമായിട്ട് അങ്ങനെ ഒരു പാരൻ്റ് എന്നുള്ള റിലേഷൻ കൂടി ആയല്ല. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഷാഫിയുടെ മോളെ ഗിറ്റാർ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കുടുംബമായിട്ടും കുറേ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യത്തിൽ ഷാഫിയുടെ ഈ പെട്ടെന്നുള്ള വിയോഗം വലിയ ഷോക്കിങ്. ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഷാഫിയുടെ പടത്തിലൂടെ, ഷാഫിയുടെ സംവിധാനത്തിലൂടെ കേരളം മുഴുവൻ എന്നും ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ചിരകാലം ജീവിക്കുന്നൊരു കാര്യമാണ് ഈ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാഫിയുടെ പേരിൽ ഷാഫിയുടെ ഒരു മെമ്മോറിയൽ അവാർഡ് എല്ലാ വർഷവും കൊടുക്കുന്നു. അത് ഒരിക്കലും നിൽക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിന് ഈ വർഷത്തെ അവാർഡ് നടനായ ജിതിൻ ഹൃദയം. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാഫി സാർ നമ്മുടെ കൂടെ ഒന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം. അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ ഫാമിലിയായിട്ടും വളരെ ക്ലോസ് ആണ്. അലീമയും സൽമയും ഒക്കെ ഞങ്ങളൊക്കെ ഒരേ സ്കൂളിലായിരുന്നു, എൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നു അവർ. അപ്പം ഇപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് വളരെ പേഴ്സണലായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ബിബിനേട്ടനുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബിബിനേട്ടൻ പോയോ? ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ സാറിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം. എന്തുതന്നെയായാലും ഷാഫി മെമ്മോറിയൽ അവാർഡിൻ്റെ സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. മുന്നോട്ടായാലും ഈ സ്റ്റേജിൽ ഞാനിന്ന് ഇവിടെ നിൽക്കാൻ കാരണം തന്നെ ഷാഫി സാറാണ്. അതുകൊണ്ട് സാറ് എന്നെ പഠിപ്പിച്ച പാഠങ്ങൾക്കും എനിക്ക് തന്ന അവസരങ്ങൾക്കും ചിരിക്കും എല്ലാം ഞാൻ സാറിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. താങ്ക് യു സോ മച്ച്. 50,000 രൂപയും ശില്പവും പ്രശംസാപത്രവുമാണ്. പ്രശംസാപത്രം നൽകുന്നതിനായി പ്രയാഗയെ ഒരുപാട് ബഹുമാനത്തോടെയും ആദരവോടെയും കണ്ട ഗുരുതുല്യരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിനും ഇവിടെ ഈ ഒരു അവസരം തന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ സിനിമ ഒരുപാട് സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സർനെയിം പോലെ തന്നെ വന്ന ഒരു സംഗതിയാണ് ഹിറ്റ് മേക്കർ എന്നുള്ളൊരു പേരെന്ന് തോന്നുന്നത്. ആ രീതിയിൽ ഒരു തനതായ സ്ഥാനം മലയാള സിനിമയിൽ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഷാഫി സാറ്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആരാധനയോടെ കണ്ട അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഷുവർ ഷോട്ട് ഹിറ്റാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്ത ഒരു പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും നമുക്ക് അതിൻ്റെതായ പുറകിലുള്ള ബുദ്ധിമുട്ടും ഹാർഡ് വർക്കും
അതിൻ്റെ പുറകിലുള്ള ആ ഒരു പ്രയത്നത്തെ പറ്റി ഒരു ഏകദേശ ധാരണയുണ്ട്. അപ്പം ഇത്രയും സിനിമകൾ തുടർച്ചയായിട്ട് ഹിറ്റുകളാക്കി മാറ്റിയ ഒരു പ്രതിഭ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തെ ഇപ്പോൾ എനിക്കൊരു ചെറിയ ഭാഗ്യമുണ്ടായത് നമ്മുടെ കളങ്കാവിൽ ഷൂട്ട് നടക്കുന്ന ഒരു സമയത്ത് കാക്കനാട് ഒരു ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മുടെ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, മമ്മൂക്കെ കാണാനും ഒക്കെ ആയിട്ട്. നമ്മുടെ ക്യാമറമാൻ ഫൈസലേട്ടനുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ റാവി സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്. അതിൻ്റെ പുറത്ത് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഒരു അവാർഡിന് അർഹനായതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. അതിന് തിരഞ്ഞെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു നവാഗത സംവിധായകൻ, അപ്പോൾ ഒരുപാട് നവാഗത സംവിധായകരായിട്ടുള്ള അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറകിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും നന്നായിട്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് പിന്തുണ തന്ന ഭാര്യയും കുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും നന്ദിയോട് ഓർക്കുന്നു. ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എണ്ണമറ്റ ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ക്ലേശം നിറഞ്ഞ യാത്രയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായി മാറാനായിട്ട് ഒരു ഘടകമായിട്ട് ഈ ഒരു അവാർഡിന് ഇനിയും കഴിയട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ